रामरसं रसने पिबरे रामरसम्। കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ ക്ഷേത്രത്തിലേക്ക് അനേകായിരം ഭക്തർ ദർശനപുണ്യം തേടി വർഷം തോറും വന്നെത്തുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ്. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുകഴ്പെറ്റ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിലൊന്ന് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. ഹരിപ്പാട് ക്ഷേത്രം ഹരിപ്പാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് 1/2 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. 8 ഏക്കറോളം വിസ്തീർണമുള്ള അതിവിശാലമായ മതിലകമാണ് ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിന് ചുറ്റും വലിയ ആനപ്പള്ള മതിൽ പണിതിരിക്കുന്നു. കിഴക്കേ ഗോപുരത്തിൽ നിന്ന് അല്പം ദൂരം മാറി ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ പ്രവേശന കവാടം കാണാം. അത് 2015 പിച്ചള പൊതിഞ്ഞ് സ്വർണം പൂശിയിരുന്നു. അത് കടന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രമുറ്റത്തെത്താം. ക്ഷേത്രത്തിന്റെ മുന്നിൽ മനോഹരമായൊരു അരയാൽ മരമുണ്ട്. അരയാലിനടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവും. താരതമ്യേന ചെറിയ ഗോപുരമാണിത്. 1 നിലയേയുള്ളൂ. എന്നാൽ വലിയ ആനവാതിൽ ഈ ഗോപുരത്തിനുണ്ട്. പുരാതന കാലത്ത് കുമാരപുരം എന്നായിരുന്നു ഹരിപ്പാടിന്റെ പേര്. ഹരിപ്പാടിന്റെ പടിഞ്ഞാറുള്ള സ്ഥലങ്ങൾ ഇന്നും കുമാരപുരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ത്രേതായുഗത്തിൽ പരശുരാമന്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമന്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപ്പാദപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി എന്നൊരു ഐതിഹ്യം നിലവിലുണ്ട്. ആദ്യം പ്രതിഷ്ഠിക്കാൻ വച്ചിരുന്ന അയ്യപ്പസ്വാമിയെ ക്ഷേത്രത്തിലെ ഉപദേവനാക്കി മാറ്റുകയും ചെയ്തു. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ കൂത്തമ്പലമാണ് ഇവിടെയുള്ളത്. ആനക്കൊട്ടിലും കൂത്തമ്പലവും ശില്പകലാ വൈദഗ്ധ്യം കൊണ്ട് സമ്പന്നമാണ്. സ്കന്ദപുരാണം, ശ്രീമദ് ഭാഗവതം, രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള രംഗങ്ങൾ ഇവിടെ മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗോപുരത്തിന്റെ ഇരുവശത്തുമായി പഴയകാല പത്തായപ്പുര മാളികയും മതപഠന കേന്ദ്രങ്ങളും കാണാം. ഇരുനിലകളോട് കൂടിയ പത്തായപ്പുര ക്ഷേത്രത്തിന്റെ ഗതകാല പ്രൗഢി വിളിച്ചുണർത്തുന്നു. ചെമ്പുമേഞ്ഞ അസാമാന്യ വലുപ്പമുള്ള വട്ട ശ്രീകോവിലാണ് ക്ഷേത്രത്തിലേത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം 150 അടി ചുറ്റളവുണ്ടാകും. ഇതിന്റെ മേൽക്കൂരയിൽ സ്വർണ്ണത്താഴിക കുടമുണ്ട്. ശ്രീകോവിലിനകത്ത് 2ാമത്തെ മുറിയാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 6 അടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്നു. അത്യുഗ്രമൂർത്തിയായ ദേവസേനാപതിയായാണ് പ്രതിഷ്ഠാസങ്കല്പം. ഹരിഗീതാപുരേശൻ അഥവാ ശ്രീ ഹരിപ്പാട്ടപ്പനായി ആരാധിക്കപ്പെടുന്ന ഈ ശിലാവിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹമാണ്. എന്നാൽ വിഗ്രഹം സുബ്രഹ്മണ്യന്റേതാണെന്ന് ഉറപ്പിച്ചു പറയാനും വയ്യ. കാരണം പുറകിലെ കൈകളിൽ ശംഖചക്രങ്ങളും മുന്നിലെ ഇടത് കൈയിൽ ഗദയും വലത്തെ ചുമലിൽ വേലും ഇടത്തെ ചുമലിൽ തൃശൂലവും കാണാം. തൃശൂലത്തിൽ ഉടുക്ക് കെട്ടിവച്ചിട്ടുമുണ്ട്. കൂടാതെ ശിരസിൽ ചന്ദ്രക്കലയുമുണ്ട്. ഇതിന് കാരണമായി പറയപ്പെടുന്നത്
ആദ്യ സങ്കല്പം മഹാവിഷ്ണുവായിട്ടായിരുന്നു എന്നാണ്. മേടമാസത്തിലെ വിഷു പത്താമുദയം ഉത്സവം സുബ്രഹ്മണ്യനെയും, ചിങ്ങമാസത്തിലെ ഓണം ഉത്സവം വിഷ്ണുവിനെയും, ധനുമാസത്തിലെ തിരുവാതിര ഉത്സവം ശിവനെയും പ്രതിനിധീകരിക്കുന്നു. എങ്കിലും സുബ്രഹ്മണ്യ ഭാവത്തിന് പ്രാധാന്യമുള്ളതിനാൽ മേടമാസത്തിലെ ഉത്സവമാണ് പ്രധാനം. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹരിപ്പാട് ക്ഷേത്രത്തിൽ രണ്ടിടത്ത് ഗണപതി പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കും. ഒന്ന് പ്രധാന ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തും മറ്റേത് ബലിക്കൽപുരയുടെ തെക്കുഭാഗത്തുമായാണ്. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം. അകത്തേക്കുള്ള വഴിയുടെ ഇരുവശത്തുമായി വാതിൽ മാടങ്ങൾ കാണാം. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്ക് കിഴക്കേ മൂലയിൽ കിണറും പണിതിട്ടുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇടിച്ചു പിഴഞ്ഞ പായസവും തുലാപായസവും പഞ്ചാമൃതവുമാണ് പ്രധാന വഴിപാടുകൾ. കൂടാതെ അഭിഷേകവും നാരങ്ങാമാല ചാർത്തലും പ്രധാനമാണ്. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആകർഷിച്ച ശിവപാർവതി പുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യസ്വാമി ത്രിമൂർത്തികളുടെ തേജസ്സോടെ ഈ ശ്രീലകത്ത് വാഴുന്നു. ഒപ്പം നിരവധി ദേവശക്തികളും ഭക്തർക്ക് പുണ്യം ചൊരിഞ്ഞ് ഇവിടെ കുടികൊള്ളുന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരു ദേശത്തിന്റെ ചൈതന്യമാണ്. ലോകം മുഴുവൻ ഈ ചൈതന്യത്താൽ അനുഗ്രഹീതമായിരിക്കുന്നു. പിബരേ രാമരസം. ലക്ഷ്യം നേടിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നത് അത്ര പ്രധാനമല്ല. എന്നാൽ ലക്ഷ്യം നേടിയതിനു ശേഷം നിങ്ങൾ എന്തായി തീരുന്നു എന്നത് പ്രധാനമാണ് എന്ന രാമായണ തത്വത്തെ സ്മരിച്ചുകൊണ്ട് പിബരേ രാമരസത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമസ്കാരം. രാമായണത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമായണവും ഭാരതത്തിൻ്റെ ദേശീയതയും എന്നതാണ് ഇന്നത്തെ വിഷയം. ഒരു നാടിൻ്റെ ദേശീയത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ നാടിനെ ഒന്നാക്കി നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അതിൻ്റെ ദേശീയതയാണ്. ഒരു നാടിൻ്റെ സംസ്കാരം, അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, മാതൃകകൾ, ഉത്സവങ്ങൾ, കല, സാഹിത്യം, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, വിദ്യാഭ്യാസപരമായ വസ്തുതകൾ, സാമൂഹ്യമായ രാഷ്ട്രീയമായ കാര്യങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ദേശീയതയുമായി ബന്ധപ്പെട്ടതാണ്. ഈ എല്ലാ മേഖലകളിൽ നമ്മൾ പരിശോധിച്ചാലും രാമായണത്തിന് ഭാരതത്തിൻ്റെ ദേശീയത ഇന്നത്തെ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ വലിയ ഒരു പങ്കുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. 1947 ഇന്നത്തെ ഭാരതമായി മാറുന്നതിന് മുമ്പ് തന്നെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ എല്ലാം പരിശോധിച്ചാൽ അവിടങ്ങളിലെ എല്ലാം സാംസ്കാരികമായ ശക്തമായ ഒരു ബിംബമായി രാമായണവും രാമനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ്, കംബോഡിയ, ഇന്തോനേഷ്യ, ഈ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ജാതിമത വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ സാംസ്കാരിക വിഗ്രഹം രാമനാണ്, രാമായണം ഞങ്ങളുടെ കൂടി സാംസ്കാരിക ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ നമ്മുടെ സാംസ്കാരിക രംഗത്തെ, സംസ്കാരം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മേഖലകളാണ്, ആ രംഗത്തൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. രാമന്റെ കഥയില്ലാത്ത ഒന്നും തന്നെ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം രാമായണത്തിന്റെ സംസ്കാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതിൻ്റെ ഭാഗമാണ് നമ്മുടെ മൂല്യങ്ങൾ. ഭാരതത്തിന് ലോകത്തിന് മുമ്പിൽ വയ്ക്കാനുള്ള ഏറ്റവും മഹത്തായ മൂല്യം ധർമ്മമാണ്, ത്യാഗമാണ്, സമർപ്പണമാണ്, സാഹോദര്യമാണ്. അങ്ങനെ ധാരാളം മൂല്യങ്ങളെ നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കും. അതിലേറ്റവും ഉദാത്തമായ മൂല്യം ധർമ്മവും ത്യാഗവും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. രാമായണത്തിലെ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് നാം സാധാരണ പറയാറുള്ളത്. രാമന്റെ പ്രവൃത്തി മുഴുവൻ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഓരോ ഘട്ടത്തിലും ഒരു വ്യക്തി, ഒരു രാജാവ്, സമൂഹത്തിലെ ഒരു ജീവി എന്തു ചെയ്യണം, അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണ് എന്ന തിരിച്ചറിവോട് കൂടി നടത്തിയ പ്രവൃത്തികളാണ് രാമായണത്തെ വ്യത്യസ്തമാക്കുന്നത്. രാമായണത്തിൽ രാമനെയും ലക്ഷ്മണനെയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശ്വാമിത്ര മഹർഷി വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ശ്രീരാമൻ നമ്മളോട് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദുർജനങ്ങളെ നിഗ്രഹിച്ച് സജ്ജന സംരക്ഷണം നൽകുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ചുമതലയാണ് എന്നുള്ളതാണ്. രാമായണത്തിലെ ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വിഷമമാണ്. എല്ലാ ഭാഗങ്ങളിലും ധാർമ്മികമായ മൂല്യങ്ങളുടെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. രാമാഭിഷേക വിഘ്നം നടക്കുന്ന വേളയിലും ഇത് വ്യക്തമാണ്. തനിക്ക് മുന്നിൽ വന്നു ചേരുന്ന രാജകീയമായ സുഖങ്ങളെയെല്ലാം ഒരു മടിയും കൂടാതെ രാമൻ ത്യജിക്കുന്ന ഒരു കാഴ്ച, ത്യാഗം എന്നുള്ളൊരു സങ്കല്പം. അത് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശമാണ് ത്യാഗം. എല്ലാം ഉണ്ടായിട്ടും അത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നവരുടെ നാടാണ് ഭാരതം. വിഷ്ണുനാരായണൻ നമ്പൂതിരിയൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിദേശ നാടുകളിൽ ഒരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് അവിടെ വന്ന ഒരു ചർച്ച എന്താന്ന് വെച്ചാൽ, ലോകത്ത് 2 തരത്തിൽ ഉള്ള ആൾക്കാരാണ് ഉള്ളത്, ഉള്ളവരും ഇല്ലാത്തവരും, അല്ലേ? അപ്പൊ അവിടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞത്, ഇതിനപ്പുറം ഉള്ള ഒരു ജനത ഉള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഉണ്ടായിട്ടും വേണ്ടാത്തവർ എന്നൊരു വിഭാഗം അവിടെയുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീരാമന്റെ ജീവിതം. എല്ലാം ഉണ്ടായിട്ടും ഉപേക്ഷിക്കാൻ കഴിയുന്ന ആളുകളുടെ നാടാണ് ഭാരതം. സന്യാസം, നമുക്കറിയാം, സന്യാസിമാരൊക്കെ ചെയ്യുന്നത് എല്ലാം ഉപേക്ഷിച്ചതിന്റെ പ്രതീകമായിട്ടാണ് കാവ്യ ധരിക്കുന്നത്. രാജർഷിമാര്, അല്ലേ, ധാരാളം രാജാക്കന്മാര് അവരുടെ ഒരു പ്രത്യേക കാലഘട്ടം രാജഭരണത്തിന് ശേഷം ഭരണം മുഴുവൻ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് രാമായണത്തിലും കാണാം, മറ്റ് എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. ത്യാഗം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. മറ്റൊരു കാഴ്ചപ്പാടാണ് ധർമ്മം. എന്താണ് ഒരു രാജാവിന്റെ ധർമ്മം? എന്താണ് ഒരു മനുഷ്യന്റെ ധർമ്മം? ഒരു പുത്രന്റെ ധർമ്മം എന്താണ്? ഒരു മിത്രത്തിന്റെ ധർമ്മം എന്താണ്? ഒരു ഭർത്താവിന്റെ ധർമ്മം എന്താണ്? ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള വ്യക്തികളുടെ ധർമ്മത്തെക്കുറിച്ച് രാമായണം രാമനിലൂടെയും മറ്റു കഥാപാത്രങ്ങളിലൂടെയും ലോകത്തോട് വർണ്ണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് കൂട്ടുകാരനായ ഗുഹനെ കണ്ടുമുട്ടുന്നു. നോക്കൂ, നമ്മളിപ്പോൾ ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി പലരും പറയാറുണ്ട് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ, ജാതീയത ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ വാദിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ രാജാവായ, ഇന്നത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഉയർന്ന വംശത്തിൽപ്പെട്ട രാമൻ തീർത്തും ആദിവാസി മൂപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഈ വിഭാഗത്തിൽപ്പെടുന്ന ഗുഹനെ കെട്ടിപ്പുണരുന്ന ഒരു കാഴ്ച. രാമനുമായുള്ള സാഹോദര്യ ബന്ധത്തിൽ ലക്ഷ്മണനാണോ ഭരതനാണോ ഗുഹനാണോ മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളത് വളരെ സംശയമാണ്. ഇതെല്ലാ രാമായണത്തിലും പ്രത്യേകമായി എടുത്തു പറയുന്നതാണ്. വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണത്തിലും വാത്മീകി രാമായണത്തിലും എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും എല്ലാം ഈ ഒരു ബന്ധം, രാമന്റെയും ഗുഹന്റെയും ബന്ധം വളരെ നല്ല രീതിയിൽ വരച്ചു കാണിക്കുന്നുണ്ട്. നല്ലൊരു സഹോദര്യ ബന്ധം, ഒരു മിത്രം എങ്ങനെ പെരുമാറണം, മിത്രത്തിന്റെ ധർമ്മം ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ച. രാമന്റെയും സീതയുടെയും ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ധർമ്മം, ഭാര്യയുടെ ധർമ്മം, ലക്ഷ്മണനിലൂടെ ഒരു സഹോദരന്റെ ധർമ്മം, ജടായു, സമ്പാദി, സുഗ്രീവൻ, ബാലി, രാവണൻ, കുംഭകർണൻ, ഇവരിലൂടെയൊക്കെ നമുക്ക് ഒരു സാഹോദര്യ ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നീട് രാമായണത്തിൽ കിഷ്കിന്ധയിൽ ചെന്ന് രാമനും സുഗ്രീവനും ഹനുമാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കൽ നമുക്ക് കാണാം. ധാർമ്മിക സംരക്ഷണത്തിന് വേണ്ടി സർവചരാചരങ്ങളും കൂടി ഒരുമിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സുഹൃത്ത് ബന്ധം മനുഷ്യനും സമസ്ത ജീവജാലങ്ങളും തമ്മിൽ അത്യാവശ്യമാണ്, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ് രാമായണം ഇതിലൂടെ കാണിച്ചു തരുന്നത്. പിന്നീട് ലങ്കയിൽ എത്തിച്ചേർന്ന് രാമൻ ധർമ്മപരിപാലനമാണ് ചെയ്യുന്നത്. രാക്ഷസ ശക്തികളെയെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ പരിപാലനം രാമൻ നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രാക്ഷസന്മാരെ ഇടയിലുമുള്ള നന്മയുടെ മൂല്യത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, വിഭീഷണനെ ഒപ്പം ചേർക്കുന്ന ഒരു കാഴ്ച, പിന്നീട് രാക്ഷസനായ വിഭീഷണനെ തന്നെ അവിടെ രാജ്യഭാരം ഏൽപ്പിക്കുന്ന ഒരു കാഴ്ച. രാമന് വേണമെങ്കിൽ ലങ്കയും ഏറ്റെടുക്കാമായിരുന്നു, ആരും എതിർക്കുന്നില്ല. പക്ഷേ രാക്ഷസ രാജ്യം രാക്ഷസന്മാർക്ക് തന്നെ. എല്ലാ പ്രദേശത്തും ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാമന്റെ പരിശ്രമം അത് രാമായണത്തിൽ നമുക്ക് കാണാൻ പ്രത്യേകം സാധിക്കുന്നുണ്ട്. ഇത്തരം ധാരാളം മൂല്യങ്ങളാണ് പല സന്ദർഭങ്ങളിലായി രാമായണം നമ്മളോട് പറയുന്നത്. പിന്നീട് നോക്കൂ, മാതൃകകൾ. രാമായണം മുഴുവൻ മാതൃകകൾ തന്നെയാണ്. രാമൻ, സീത, ഹനുമാൻ, ലക്ഷ്മണൻ എന്ന് തുടങ്ങി രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാതൃകകൾ തന്നെയാണ്. ഇന്നും നമുക്ക് ജീവിക്കാൻ എല്ലാ മേഖലയിലും ഇവരൊക്കെ മാതൃകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കലയുടെ മേഖലയിൽ, സാഹിത്യത്തിന്റെ മേഖലയിൽ രാമായണത്തെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. കേരളത്തിൽ തന്നെ ആദ്യകാലഘട്ടത്തിലൊക്കെ ഉണ്ടായ രാമനാട്ടം നോക്കൂ, രാമന്റെ കഥ പാടിയുള്ള ഒരു ഒരു കലാരീതി അത് ഇവിടെ പ്രചാരത്തിലിരുന്നു എന്നുള്ളതിന് തെളിവാണിത്. സാഹിത്യരംഗത്തും സാഹിത്യരചനകൾ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും മറ്റ് ലോക ഭാഷകളിലും രാമായണത്തിന്റെ പരിഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാഹിത്യ രംഗത്തെ പരിപോഷിപ്പിക്കാനും ആ രംഗത്ത് ഒരു രാജ്യത്തിലെ പല ഭാഷകളിൽ രാമായണം വിവർത്തനം ചെയ്തുകൊണ്ട് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്താൻ, എല്ലാവരിലും ഉറച്ചു കിടക്കുന്ന ഒരു വിശ്വാസത്തെ പല ഭാഷകളിലൂടെ ശക്തിപ്പെടുത്താനുള്ള, നമ്മുടെ ദേശീയതയെ ശക്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഉത്സവങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദീപാവലിയായിട്ടും ദസറയായിട്ടും രാമനവമിയായിട്ടും വിജയദശമിയായിട്ടും ഒക്കെ നമ്മൾ പലതരത്തിൽ ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇതൊക്കെ സമാജത്തെ ഒരുമിപ്പിച്ച് നിർത്താനാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ നടത്താറുള്ളത്. ഈ സമയത്ത് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ള കഥ രാമകഥയാണ്. ഈ ദസറ സമയത്തൊക്കെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, രാവണന്റെ വലിയൊരു ബിംബം ഉണ്ടാക്കി വെച്ച് അത് കത്തിക്കുകയാണ്. നോക്കൂ, ധർമ്മത്തിന്റെ സംരക്ഷണം, അധർമ്മത്തിന്റെ മൂർത്തിയെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ സമൂഹത്തിനെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുക എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങളാണ്. അപ്പൊ ഈ ഉത്സവങ്ങളിലും നമ്മുടെ ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഭൂമിശാസ്ത്രപരമായ ഒരു ഐക്യം. ഒരുപക്ഷെ ഭാരത പര്യടനം ആദ്യമായി ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ശ്രീരാമനായിരിക്കും. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആദ്യം ചെയ്യുന്നത് അവർക്ക് രാഷ്ട്രീയമായ ഒരു ബേസ് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഭാരത പര്യടനം നടത്തുകയാണ്. ഈ ഭാരത പര്യടനം ആദ്യം നടത്തിയ ആളാണ് ശ്രീരാമൻ. ഭാരതത്തെ ഒരുമിപ്പിക്കാൻ അയോധ്യയിൽ നിന്നും യാത്ര ആരംഭിച്ച ശ്രീരാമൻ ബീഹാറിൽ, നേപ്പാളിൽ രാമകഥയുമായിട്ട് ബന്ധമുണ്ട്. പിന്നീട് മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ചിത്രകൂടം മധ്യപ്രദേശിലാണ്, പഞ്ചവടി മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്, കിഷ്കിന്ധ കർണാടകത്തിലാണ്, കേരളം, തമിഴ്നാട്, രാമേശ്വരം. നോക്കൂ, ഈ പ്രദേശങ്ങളിലൊക്കെ രാമൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഭൂമിശാസ്ത്രപരമായ ഒരു ഐക്യം രാമൻ കാൽനടയായിട്ടാണ് സന്ദർശിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ രാമനെ കാത്തിരിക്കുകയായിരുന്നു. രാമനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ച, രാമനെ പൂവിട്ട് വാഴ്ത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ നാടിന്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യത്തിന് വേണ്ടി രാമായണം പണ്ട് മുതലേ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്.
നമ്മുടെ രാഷ്ട്രീയമായ മേഖല നോക്കിയാലും സാമൂഹികമായ മേഖല നോക്കിയാലും വിദ്യാഭ്യാസപരമായ മേഖല നോക്കിയാലും രാമായണത്തിന്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. ഇന്നും രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി രാമനെ ഉപയോഗിക്കുന്നുണ്ട്. ദേശത്തിന്റെ ഐക്യത്തിന്റെ വലിയൊരു ബിംബമായി രാഷ്ട്രീയ മേഖലയിലും രാമനാണ് ഇന്നും നിലകൊള്ളുന്നത്. സാമൂഹികമായി മാതൃകാ സമൂഹം, മാതൃകാ കുടുംബം, ഇതൊക്കെ രാമായണം വരച്ചു കാണിക്കുന്നു. സാമൂഹിക മേഖലയിലും രാമായണത്തിന് വളരെ വലിയ ഒരു പ്രസക്തിയാണുള്ളത്. വിദ്യാഭ്യാസപരമായ ഒരു മേഖലയിൽ പരിശോധിച്ചാൽ വളരുന്ന തലമുറയ്ക്ക് കൃത്യമായ ചില ആദർശ പുരുഷന്മാരെ നമുക്ക് വരച്ചു കാണിക്കാനുള്ളത് രാമായണത്തിലൂടെയാണ്. മൂല്യങ്ങൾ, സദാചാര മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ തലമുറയ്ക്ക് മുമ്പിൽ വയ്ക്കാനുള്ള സാംസ്കാരികമായ മാതൃകകൾ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും രാമായണത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ഭൂമിശാസ്ത്രപരമായ കാര്യം ഞാനിവിടെ പറഞ്ഞു. അതിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഭാരതത്തിൽ ഏകദേശം 6.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട് എന്നാണ് കണക്ക്. അതിലൊരു 1.5 ലക്ഷത്തോളം ഗ്രാമങ്ങളുടെ പേര് തന്നെ ആരംഭിക്കുന്നത് രാമശബ്ദത്തിലൂടെയാണ്. രാമനാട്ടുകരയും രാമനാഥപുരവും രാമപുരം, രാമനാട്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാമന്റെ നാമത്തിലുള്ള രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരിലുള്ള ഗ്രാമങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പല സംസ്ഥാനങ്ങളിലുള്ള, ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളുടെ പേരിൽ വരെ രാമനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാടിനെ ഒരുമിപ്പിച്ച് നിർത്താൻ രാമായണം എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. രാമായണം നമ്മുടെ ദേശീയത നിലനിർത്താൻ ഇനിയും വളരെ കാലം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാമായണ പാരായണത്തിലൂടെ നമ്മുടെ നാടിനോടുള്ള സ്നേഹം കൂടുതൽ കൂടുതൽ പ്രകടമാക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യം സുദൃഢമാവാനും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. രാമരസം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടുകോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രരോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവാൻ കോട്ടയിൽ പൂക്കടച്ച് അത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. മേരി മൃദംഗടക്കാപണ വാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട്രഖര ഹരിശാർദൂല സൈരിപസന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമരാമുദ്ഗരയഷ്ടിശക്തിച്ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം. യുദ്ധസന്നദ്ധരായ യുദ്ധത ബുദ്ധിയോടബ്ധികളുർവിയും തൽക്ഷണ ഉദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പൂക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും നിശ്ചയവാനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രേ വിഭീഷണ മിത്ര സംയുക്തനായുത്തരദിക്കിലും. യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാന അതിദ്രുതം.
പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടിനാർ. കോട്ടാമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖണ്ഡങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽക്കര പങ്ക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രനും. ആർത്തി മുഴുത്ത ദശാസ്യനവസ്ഥകൾ പേർത്തൂമറിവതിനായച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നോരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചുടച്ചിൽ കടാരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താൻ അപഹ്യം ധൃതം. ചെന്നവരും ശുഖസാരണരെ പോലെ ചെന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജുഹനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസും ധനുസുമിതന്നുടൻ വാമാക്ഷി മുമ്പിലാം മാറുവെച്ചിടിനാൻ. അയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്കി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാനന്നേരം. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളകനീ. എല്ലാം ചതിയെന്നു തേറിയിതൊക്കവേ നല്ലവണ്ണം വരും നാല് നാളുള്ളിലിങ്ങൊരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസിനെ നിർണയം. ഇത്തം സരസവാക്യം കേട്ടു ഇത്തം തെളിഞ്ഞിടിനാൾ സീതയും. കുംഭാർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്ത ദശാസിനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിങ്ങുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗശൈലരാജാകാരമോടലറിക്കൊണ്ടതിധൃതം. 1000 ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനര വീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് പൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ അവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരീതങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവാഭക്തിമാൻ പ്രീതി കൊണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവ രാഘവരെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖണ്ഡവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജന്. പിന്നെ പുറത്തു തലോടിപ്പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകിലേതുമേ. ജീവിച്ചിരിക്ക പലകാലം മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയാമി പ്രപഞ്ചമെല്ലാമിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്തതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്ത് കൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ.
നാനാദിഗന്ധരെ മർത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ മർക്കടരാജൻ അതുകൊണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തൊടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്ഥനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവിനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രാസാദമേറി നിന്ന ആരൂഢമോദം തനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാൻ ആലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജൻ അതേറ്റു മോഹം പിടിഞ്ഞുൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം. ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തന് പിന്നെയും വീണ്ടും വരുന്നതു കേട്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ 100,000 വാനരന്മാരെയും അത്രത്തിലാക്കിയടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണാഹസ്തവും ശൂലവും രാവണൻ തക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും രക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിന. ബദ്ധകോപത്തോടലറിയടുത്തതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. അത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ. പുത്രാദിദേവതമായി വിളങ്ങിയിടിനോരസ്ത്ര വെയ്തുത്തമാംഗത്തെയും ഖണ്ഡിച്ചു. പുത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണുതു ദേഹവും അന്നേരം. പിബരേ രാമരസം പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥൻ നമ്പീശൻ. രാമായണത്തിലെ അത്ര പ്രാധാന്യമില്ലാത്ത എന്നാൽ രാമായണ കഥയുടെ പ്രധാന വഴിത്തിരിവിലേക്ക് നയിക്കുവാൻ കാരണഭൂതനായ ഒരു കഥാപാത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ലിലെ അർത്ഥത്തെ ഉൾക്കൊള്ളുവാൻ ഉതകുന്ന ഒരു കഥയുമായാണ് രാവണന്റെ മാതുലനായ മാരീചൻ രാമായണ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് സംക്ഷിപ്തമായി ഏതാനും വാക്കുകൾ. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലേക്കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാനനവാസത്തിനിടെ രാമലക്ഷ്മണാദികൾ പഞ്ചവടിയിൽ എത്തിച്ചേരുന്നു. തത്സമയം ശൂർപ്പണഖ എന്ന രാക്ഷസി അവരെ ഉപദ്രവിക്കുവാൻ എത്തിച്ചേരുന്നു. രാമനെയും ലക്ഷ്മണനെയും നേരിട്ട ശൂർപ്പണഖയ്ക്ക് അനുഭവപ്പെട്ട തിക്താനുഭവവും
അംഗക്ഷതവും മൂലം സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി തന്റെ സഹോദരനും ലങ്കാധിപനുമായ രാവണന്റെ സമീപത്ത് ശൂർപ്പണഖ എത്തിച്ചേരുന്നു. തനിക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം സീതയുടെ അംഗലാവണ്യത്തെക്കുറിച്ചും രാവണനോട് വിശദീകരിച്ചു. സീതയുടെ വിവരണം കേട്ട രാവണൻ സീതയിൽ ആകൃഷ്ടനാകുകയും സീതയെ തന്റെ കൊട്ടാരത്തിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. രാമലക്ഷ്മണന്റെ ശക്തി വൈഭവങ്ങൾ ശൂർപ്പണഖയിൽ കൂടി കേട്ടറിഞ്ഞ രാവണൻ സീതയെ അപഹരിക്കുന്നതിനു വേണ്ടി വക്രബുദ്ധിയിൽ പ്രയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ രൂപം മാറാൻ സാധിക്കുന്ന തന്റെ അമ്മാവനായ മാരീചനെ സഹായത്തിനു വേണ്ടി സമീപിക്കുന്നു. മുമ്പ് 2 തവണ രാമനിൽ നിന്ന് രക്ഷപ്പെട്ട മാരീചന് അവരുടെ ശക്തിയെക്കുറിച്ച് നന്നായി അറിയുന്നതിനാൽ ഈ ദുഷ്കർമ്മത്തിൽ നിന്നും രാവണനെ പിന്തിരിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നു പറഞ്ഞാൽ മതിയല്ലോ. രാവണൻ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല, മാരീചനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകകൂടി ചെയ്തു. ഇത് കേട്ട മാരീചൻ ദുഷ്ടനായ രാവണന്റെ ശരമേറ്റ് മരിക്കുന്നതിനേക്കാളും ശിഷ്ടനായ രാമന്റെ അമ്പേറ്റ് മരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി സ്വർണവർണ്ണ മാനിന്റെ വേഷം ധരിച്ച് പഞ്ചവടിയിലെ രാമലക്ഷ്മണാദികൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. വർണ്ണമാനിന്റെ ചേഷ്ടതകളിൽ ആകൃഷ്ടയായ സീത അതിനെ പിടിച്ചു തരുന്നതിനായി രാമനോട് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കി രാമൻ സീതയെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും സീത പിന്മാറാത്തതിനാൽ ലക്ഷ്മണനെ സീതയ്ക്ക് കാവലാളാക്കി രാമൻ മാനിന് പുറകെ പോകുന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ച് കണ്ണിൽ നിന്നും മറഞ്ഞതിനു ശേഷം മാരീചൻ എന്ന സ്വർണവർണ്ണമാൻ രാമശരമേറ്റ് വീഴുന്നു. ഉടനെ ലക്ഷ്മണന്റെയും സീതയെയും ലക്ഷ്മണനെയും രാമശബ്ദത്തിൽ വിളിച്ച് അലമുറയിട്ട മാരീചൻ സീതയെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷ്മണനെ സീതയിൽ നിന്ന് അകറ്റുന്നു. തത്സമയം വേഷപ്രച്ഛന്നനായ രാവണൻ എത്തി സീതയെ അപഹരിക്കുന്നു. ഇതാണ് രാമായണ കഥയുടെ സുപ്രധാന വഴിത്തിരിവ്. ഇതോടെ രാവണന്റെ അധപ്പതനവും ആരംഭിക്കുന്നു. എല്ലാ ദുർഗുണങ്ങളും ദുഷ്പ്രഭാവങ്ങളും കാഴ്ചയിൽ ആകൃഷ്ടമായിരിക്കുമെങ്കിലും അവയുടെ വലയിൽ പെട്ടുപോയാൽ മോചിതരാകുക എളുപ്പമായിരിക്കില്ല. സുഖസൗകര്യങ്ങളൊക്കെ പരിത്യജിച്ച് രാമന്റെ ഒപ്പം കാനനവാസനത്തിന് ഇറങ്ങി പുറപ്പെട്ട സീതയ്ക്ക്
കേവലം ഒരു വർണ്ണമാനിൽ ആഗ്രഹമുണ്ടായതുമൂലം ദൗർഭാഗ്യം വന്നു ചേരുന്നു. സ്വർണമാനെന്ന കാമത്തിൽ ഭ്രമിച്ചപ്പോൾ രാമനെന്ന രക്ഷകൻ അല്ലെങ്കിൽ രാമനെന്ന ഭാഗ്യം സീതയെ വിട്ടകന്നു. ഇതുതന്നെയാണ് ഇന്ന് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും സംഭവിക്കുന്നത്. വെറും മരീചിക മാത്രമായ പലതിനോടുമുള്ള നമ്മുടെ ഭ്രമം പലപ്പോഴും നമ്മെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കുന്നു. ഉദാഹരണം, സൈബർ കുറ്റകൃത്യങ്ങളുടെ ആധിക്യം തന്നെ എടുത്തു പറയാം. വേഷം മാറി വരുന്ന മാരീചന്മാരെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള കഴിവ് സർവേശ്വരൻ നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പിബരേ രാമരസം ಬಂಟುರೀತಿ ಕೋಡು ವಯ್ಯ ರಾಮ ಬಂಟುರೀತಿ ಕೋಡು ವಯ್ಯ ರಾಮ ಬಂಟುರೀತಿ ಕೋಡು ವಯ್ಯ ರಾಮ ಬಂಟುರೀತಿ ತೋಡು ಬಿಯ್ಯವಯ್ಯ ರಾಮ ಬಂಡೂರೀತಿ ಕೋಲು ಬಿಯ್ಯವಯ್ಯ ರಾಮ ಬಂಡೂರೀತಿ ಕೋಲು ಬಿಯ್ಯವಯ್ಯ ರಾಮ ಬಂಡೂರೀತಿ ಕೋಲು ಬಿಯ್ಯವಯ್ಯ ರಾಮ బియ్యవయ్య రామ బండురీతి కోలు బియ్యవయ్య రామ రోమాంజమనే ఘన కంజుగము రోమాంజ మనే ఘన కంజుగము రామ భక్తువనే ముద్ర బిళ్ళయు రోమాంజ మనే ఘన కంజుగము రామ భక్తువనే ముద్ర బిళ్ళయు రామ నామమనే రామ నామమనే వరఖడ్గమీవే రామ నామమనే వరఖడ్గమీవే రాజిల్లునయ్య త్యాగరాజునికే రామ నామ మనే వరఖడ్గమీవే రాజిల్లునయ్య త్యాగరాజునికే బండురీతి కోలు బియ్యవయ్య రామ బండురీతి కోలు
വീരവയ്യ രാമ ആ पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसम् रसने पिबरे रामरसम्